ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ നൈറ്റ് ഡ്രൈവ് ടുവേർഡ്സ് ഹത്തലോട്ടാണ്, വേറെ ഒന്നിനുമല്ല, ക്യാമ്പിംഗ് ആണ് ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻഷൻ. അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് രാവിലെ എണീറ്റ് ചെറിയൊരു വാക്കിംഗ് ഹൈക്കിംഗ് പരിപാടീസൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ആൻഡ് വി ആർ ഓൺ ദ വേ നൗ. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അറിയാമല്ലോ, യു എയിൽ ഇപ്പം വിൻ്ററാണ്. സോ ഒരു ദിവസം, അതായത് കിട്ടുന്ന ഒരു ടൈം പോലും നമ്മൾ പാഴായി കളയത്തില്ല. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇവിടുത്തെ വിൻ്റർ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കും. കാരണം അത്രയും അടിപൊളിയാണ്. സമ്മറിൽ നിന്ന് നമുക്ക് വിൻ്ററിലോട്ടൊരു എന്താ പറയുക, ഒരു കാത്തിരിപ്പ് തന്നെയാണ് ആക്ച്വലി. പക്ഷേ അതിപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ നമ്മൾ എന്തായാലും അടിച്ച് പൊളിച്ചിരിക്കും. ആൻഡ് ഫൈനലി വി റീച്ച്ഡ്. ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പേര്, ഈ ഡെസ്റ്റിനേഷൻ്റെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യേണ്ടത് സുഹൈല ലേക്ക് റെസ്റ്റ് ഏരിയ, അതാണ് ഈ ഡെസ്റ്റിനേഷൻ നെയിം. ഞങ്ങളിവിടെ മുന്നേ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഒടുക്കത്തെ തിരക്കായിരുന്നു. പക്ഷേ ദിസ് ടൈം നല്ല തിരക്ക് കുറവാണ്. നമുക്ക് സ്പേസ് ആക്ച്വലി ഇതിനിടയിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ക്യാമ്പ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി, കുറച്ചും കൂടെ എന്താ പറയുക, ഒരു കുറച്ച് പ്രൈവറ്റ് ഏരിയ നോക്കിയിട്ട്, മറ്റ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കിയിട്ട് അങ്ങനെ അവസാനം ഒരു ക്യാമ്പിംഗ് സ്പോട്ട് കിട്ടി. ഞങ്ങൾ വണ്ടി സൈഡാക്കി പാർക്കാക്കി നേരെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള പരിപാടീസിലോട്ട് കടന്നു. നമ്മൾ ദുബായ് സിറ്റിയിൽ നിന്ന് നിൽക്കുമ്പോഴത്തേനുള്ള തണുപ്പിൻ്റെ കുറച്ച് ഇൻറ്റൻസ് ആണ് ഇങ്ങനെ ഉള്ള ഉള്ളിലോട്ടുള്ള ഏരിയയിലോട്ട് വരുമ്പോൾ കേട്ടോ. അതുകൊണ്ട് അതിനനുസരിച്ച് ജാക്കറ്റ് ആണെങ്കിലും ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും ഒക്കെ കരുതിയിട്ട് വേണം വരാനായിട്ട്. കാരണം രാത്രി ആവുന്തോറും തണുപ്പ് കൂടി വരത്തേ ഉള്ളൂ. സോ എല്ലാം എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാ പ്രിക്കോഷൻസും ഒക്കെ സെറ്റാക്കിയിട്ട് വരണം. ഇപ്രാവശ്യം ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ല. എല്ലാം ഷിർബടേന്നായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അധികം കൂടിയിട്ടുണ്ട് ഈ ക്യാമ്പ് ചെയ്തിട്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഓഫ് ലോഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ടു കുക്കിംഗ് പരിപാടീസ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അധികം ഫുഡൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. ബാർബിക്യൂയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത് അഡീഷണൽ വുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സീനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുന്നേ പലതവണ ക്യാമ്പിങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അധികം അഡീഷണൽ സാധനങ്ങളൊന്നും എടുക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാം എടുത്തു, എല്ലാം ഫുള്ളി സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടി നടന്നൊന്നുമില്ല. ഈവൻ ഈ ഏരിയേൻ്റെ അടുത്ത് ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. സോ ബെറ്റർ നിങ്ങളെല്ലാം പ്രിപ്പയർ ആയിട്ട് തന്നെ വരണം ഇവിടെ വരുന്ന സമയത്തിന്. ഞങ്ങളടുത്ത് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അത് നെക്സ്റ്റ് ക്യാമ്പിംഗ് സമയത്തിന് ഞങ്ങൾ അതും സെറ്റാക്കുന്നതായിരിക്കും. കാരണം അടുത്ത പ്രാവശ്യം ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ടേബിൾ എന്തായാലും ഉണ്ടാവും. കാരണം ഈ കുക്ക് ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് കുറച്ച് കാരണം കണ്ടില്ലേ, വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയൊരു ചെയറും നിലത്തിരുന്നിട്ടുള്ള പരിപാടീസാണ്. അതുകൊണ്ട് അതൊരു ഫ്ലോപ്പായിട്ട് തോന്നി. പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങളൊരു ടേബിൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ചേച്ചിയും ചേട്ടനും ആസ് യൂഷ്വൽ നല്ല ചിൽ മൂഡിലാണ്. അവർ മാത്രമല്ല, അല്ലുവും സോമിയും എല്ലാവരും ഒരേപോലെ. കാരണം ക്ലൈമറ്റും കൂടെ കിഡിലായതുകൊണ്ട് സൂപ്പറായിരുന്നു. അവരത് കണ്ടില്ലേ, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇറ്റ്സ് സൂപ്പർ കൂൾ. ഒന്നും പറയാനില്ല ക്ലൈമറ്റിനെ കുറിച്ചിട്ട്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഓരോ വിൻ്ററിലും ഞങ്ങൾക്ക് ഓരോ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. ഓരോ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഈവൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഓരോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈവൻ ഗൂഗിളിൽ നിന്നാണെങ്കിലും പുതിയ ലൊക്കേഷൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ക്യാമ്പിങ് ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി ആക്ച്വലി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി കൂടുതൽ ഇൻറ്റൻസ് തണുപ്പ് നമുക്ക് ഇപ്രാവശ്യം കിട്ടി. ആൻഡ് നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും കപ്പിളായിട്ടാണെങ്കിലും വന്ന് ചില്ല് ചെയ്ത് പോകാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇത് മിസ്സാക്കരുത് എന്തായാലും. കാരണം ഈ ഒരു ഏരിയ മാത്രമല്ല, താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കൈൻഡ് ഓഫ് കോട്ടേജ് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഏരിയ പോലെയും കിട്ടും. അവിടെ ഫില്ലായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മേലോട്ട് കയറി വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ക്യാമ്പ് ചെയ്തത് കേട്ടോ. കുക്കിംഗ് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് സെറ്റാക്കാൻ തന്നെ കരുതി. കാരണം നോർമലി ബാർബിക്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് അഡീഷണൽ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈവൻ പാൻ വരെ ഉണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായില്ല. ബാർബിക്യൂവും ഒരേ സമയത്ത് ചെയ്യും, ഓൺ ദ സെയിം ടൈം തന്നെ നമ്മൾ പാനിലും ചെയ്യും. അതുകൊണ്ട് അധികം സമയമൊന്നും കളയേണ്ട, തന്നെ പട്ടേന്ന് കുക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇപ്രാവശ്യം ഉണ്ട്. കാരണം നമ്മൾ ഓരോ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും മിസ്സാക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. എക്സെപ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞ ടേബിള്, ചെമ്മീനും ചിക്കനും ഈവൻ സ്റ്റേക്കും എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല തണുത്ത് വരച്ചിരിക്കുകയാണ്. ക്യാമ്പ് ഫയറും ബാർബിക്യൂവിൻ്റെയും ആ ഒരു ചൂടൊക്കെ കൊണ്ട് നല്ല കൂളായിട്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് കുറച്ച് ചൂടൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ട്. കുക്കിങ് ഞങ്ങളിങ്ങനെ മാറി മാറി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും ഇപ്രാവശ്യം സിമിചേട്ടനും ചേച്ചിയും കുറച്ച് കൂടുതൽ എല്ലാത്തിലും കൈവെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നൈസായിരുന്നു. ഇതൊരു എന്താ പറയുക, ഒരു കിടിലോ സ്കീ പരിപാടിയായിരുന്നു. ഞാനെപ്പോൾ വീഡിയോ എടുത്തിട്ട് ചേച്ചീൻ്റെ അടുത്ത് പോയാലും ചേച്ചി പറയും ദേ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്യും. അത് ചേച്ചിക്ക് അറിയുകയും ചെയ്യാം. ഇത് കാണുമ്പോൾ ചേച്ചീനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല, പക്ഷെ നൈസാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഫുഡടി പരിപാടിയാണ്. ഫുഡടിച്ച് ക്യാമ്പ് ഫയറിലൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ എന്ത് രസമാണെന്നറിയാമോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൊണ്ട് റിലാക്സ് ചെയ്തിട്ട് നേരെ പടേഷ്. എന്നിട്ട് രാവിലെ എണീറ്റു. സൺറൈസിന് മുന്നേ തന്നെ എണീറ്റു. നേരെ കോഫി ഉണ്ടാക്കി. ചേട്ടനും ചേച്ചി എണീറ്റു, ഞാനും നേരത്തെ എണീറ്റു. അല്ലും സോമി എണീറ്റിട്ടില്ല, അവർ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ. നോർമലി ഇറ്റ്സ് നോർമൽ ഗൈസ്. രാവിലെ നല്ല പൊളി ക്ലൈമറ്റ് ആയിരുന്നു. അടിപൊളി തണുപ്പുണ്ടായിരുന്നു. അടിപൊളി ഇൻ ദ സെൻസ് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് വ്യൂ രാവിലെ എണീറ്റിട്ടുള്ള. ഈവൻ നമ്മുടെ നെയ്ബർ ക്യാമ്പിംഗ് ടീംസ് എല്ലാവരും ഉറക്കത്തിലാണ്. അധികം ആരും എണീറ്റിട്ടില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ എണീറ്റിട്ടുള്ളൂ. നല്ല പീസ്ഫുൾ ഏരിയ ആണ്. മോർണിംഗ് കോഫി കുടിച്ചിട്ട് സൺറൈസ് എൻജോയ് ചെയ്യുക, അതൊരു നൈസ് വൈബ് പരിപാടിയാണ്. ക്യാമ്പിങ് ചെയ്യാൻ പരിപാടിയുള്ളവർ രാത്രി, അതായത് മിഡ് നൈറ്റ് വരാണ്ട് കുറച്ച് മുന്നേ വരുവാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഓരോ ഫാമിലിക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള കുക്കിംഗ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ താമസിച്ച് വരുവാണെങ്കിൽ ഇതൊന്നും കിട്ടില്ല, കാരണം അത് മിസ്സായി പോകും. ഇവിടെ നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈവൻ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും നമ്മൾ കച്ചറ ആക്കി അത് പാക്ക് ചെയ്ത് ബിന്നിൽ കൊണ്ട് കളഞ്ഞാൽ കൂടെ, ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ കൂടെ ഇവിടെ വേറെ ടീംസ് ഉണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെല്ലാം ക്ലീൻ ചെയ്ത് ഈ പരിസരം മൊത്തം അടിപൊളിയാക്കി വെക്കും. പിന്നെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വാഷ്റൂം. ലാസ്റ്റ് ടൈം വന്ന സമയത്തിന് വാഷ്റൂമിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം സെറ്റ്, അധികം തിരക്കുണ്ടായിരുന്നില്ല. പരിപാടീസ് എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചിയും ചേട്ടനും ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും അല്ലും സോമയും റെഡി. അങ്ങനെ ഞങ്ങൾ സൺറൈസ് എല്ലാം കണ്ടതിന് ശേഷം ഹൈക്ക് ചെയ്യാനുള്ള പ്ലാൻസ് നല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നോർമലി ഉണ്ടായിരുന്ന വഴിയെല്ലാം മാറ്റിയിട്ട് ഇവർ ബൈക്ക് ട്രെയിൽസിന് ഇമ്പോർട്ടൻസ് കുറേ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മൗണ്ടൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള മൗണ്ടൻസ് ഉണ്ട്, പക്ഷേ ഇതൊരു പ്രോപ്പർ മൗണ്ടൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു. എത്രത്തോളം നടക്കാൻ പറ്റുമോ അത്രത്തോളം നടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് അങ്ങോട്ട് പോയി. ഈവൻ ബൈക്ക് ട്രെയിലിൽ കൂടെ നടന്നു, സൈഡിലുള്ള വഴി കൂടെ നടന്നു. കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരുപാട് ഫാം, ആടിറ്റതും പിന്നെ സൈഡിൽ ചെറിയ ചെറിയ ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ഞങ്ങൾ മോസ്റ്റ്ലി നടന്ന് മുന്നോട്ട് പോയത് എല്ലാം ബൈക്ക് ട്രെയിൽസിൽ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം വേറൊരു വഴിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോകേണ്ടി വരും. ബെറ്റർ നമ്മൾ ഒരു ബൈക്ക് ട്രെയിൽ തന്നെ ഫോളോ ചെയ്തു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇതേപോലത്തെ വഴിയുണ്ട്, കാരണം അത് വില്ലേജിലോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് നിന്ന് കോഴി കൂന്നതിൻ്റെയും പ്രാവിൻ്റെയും ഈവൻ ആടിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു. അത് നൈസൊരു വൈബാണ്. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ മുള്ളുള്ള ചെടികൾ ഒരുപാടുണ്ട്. സോ നമ്മൾ നടക്കുന്ന സമയത്ത് അത് അധികം ശ്രദ്ധിക്കില്ല, പക്ഷേ ശ്രദ്ധിക്കണം. കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയുണ്ട്. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയായിരുന്നു, കാരണം ഞാൻ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ സമയത്തിന് ചെന്ന് കയറി കൊടുത്ത് കുറച്ച് മുറിവൊക്കെ പറ്റുകയും ചെയ്തു. ഈ കാണുന്ന മരങ്ങളെല്ലാം ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ മരത്തിൻ്റെ സൈഡിൽ കൂടെയും ഓസ് പോയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, UAE എല്ലായിടത്തും ഇവർ നേച്ചറിനെ, അതായത് നമ്മുടെ ഈ പ്രകൃതിനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കാറ്റൽ ഫാമുണ്ട്.
ഒരുപാട് ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നേരെ റിട്ടേൺ അടിച്ചു. വന്ന വഴി തന്നെ ഓൺ ദ വേ ബാക്ക്. സൈക്ലിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ്. കാരണം ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് സൈക്കിൾ ട്രാക്സ്, അതായത് ബൈക്ക് ട്രയൽസ് ഉണ്ട്. നിങ്ങൾക്കൊരു വലിയ മാപ്പ് തന്നെ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. സോ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ലൊക്കേഷനിലെ മെയിൻ അട്രാക്ഷനാണ് നിങ്ങളീ കാണുന്നത്, ഇവിടുത്തെ ലേക്ക്. ഇതെല്ലാം മാൻമെയ്ഡ് ലേക്സ് ആണ്. ഓൺ ദ സെയിം ടൈം ഇവർ ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. നിങ്ങൾക്ക് വന്നിട്ട് ചില്ല് ചെയ്യാനാണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് രാവിലെ വന്ന് ജസ്റ്റ് ഇതെല്ലാം കണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ സ്പോട്ടാണ്. സോ നെവർ മിസ് ദിസ് സ്പോട്ട്. ഫാമിലി ആയിട്ടാണെങ്കിലും സോളോ ആയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളിതേ ഈ കുന്നും മലയൊക്കെ ഇറങ്ങി എല്ലാം പാക്കപ്പ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഹോം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ആൻഡ് ലവ് ഗൈസ്. ടേക്ക് കെയർ.